അതൊന്നും നടക്കാതെ വന്നപ്പോ ഇനി എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ അയാളെ അങ്ങോട്ട് വിളിപ്പിച്ചെന്ന് അറിയില്ല. ഇത് നാടൻ കോഴിയുടെ ലെഗ് പീസാ. കഴിച്ചോളെ. അനന്തുവേട്ടന്റെ വീട്ടിലാ ഇപ്പൊ കണ്ണേട്ടൻ. ആണോ? പാവം ഇപ്പൊ ആഹാരം കഴിച്ചാണോ എന്തോ. ഓ, അതെന്താ? ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഇപ്പൊ കണ്ണേട്ടന് പറ്റില്ല മുത്തശ്ശി. ആഹാരം കഴിക്കുമ്പോഴും ലക്ഷ്മി ചേച്ചിയെ കണ്ടുകൊണ്ടിരിക്കണം. നാളെ മുതല് ആ കാഴ്ച അസ്തമിക്കൂടാ. ഇനി ഒരിക്കലും നീ ലക്ഷ്മിയെ കാണാൻ പോകുന്നില്ല. അത് ശരിയാ. കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ മുഖം കാണാതെ കണ്ണേട്ടന് ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റില്ലെന്നാ പറയാറുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കാ കണ്ണേട്ടൻ. എന്റെ മോളെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. അതെ അതെ, വന്ന് എത്തി നോക്കിട്ട് പോകാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. മോളെ കുറച്ചു ദിവസം കാണാനും മോൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരാനും ഒക്കെയാ. അതിനു മുമ്പ് തിരിച്ചു പോണെന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടമാ. ഒരു കാര്യം ചെയ്, കണ്ണനോട് കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയും. അതെ, കല്യാണം കഴിഞ്ഞ ശേഷം കണ്ണൻ്റെ ഒരു മിന്നായം പോലും ഇങ്ങോട്ട് വന്നല്ലാതെ ഇവിടെ വന്ന് നിന്നിട്ടില്ലല്ലോ മോളെ. അതെ, കണ്ണേട്ടൻ അങ്ങനെ നിൽക്കും തോന്നില്ല അച്ഛാ. സാരമില്ല മോളെ, ഞാൻ അവനോട് സംസാരിക്കാം. മോളെ എന്നാ പിന്നെ ഉണ്ണിയും പോരട്ടെ. എല്ലാരും കൂടെ അങ്ങ് കൂടിക്കഴിഞ്ഞാ എല്ലാവർക്കും ഒന്നിച്ചിട്ട് ടൂർ അങ്ങ് പോവാം. വല്ല കാശ്മീരിലോ മറ്റോ. അവിടെ ഇപ്പൊ തീവ്രവാദി ഭീഷണിയാ. 1-2 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അടുത്തെവിടെങ്കിലും ഒരു യാത്രയ്ക്ക് പോവാം. അതെ, പോകാം. ഇത് പ്രതാപേട്ടൻ തന്നെയാണോ പറയുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രതാപേട്ടൻ എന്നെ കൊണ്ട് ഒരു ടൂറിന് പോയിട്ടില്ല. ഓ, ആൾക്ക് ഈ പ്രായത്തിലാ ടൂറ് പോകണ്ട. ശരിയടി, നിന്റെ പരാതി ഉടനെ അങ്ങ് തീർത്തേക്കാം. നീ നിന്റെ മോളുമായിട്ട് തീരുമാനിക്കേ എവിടേക്കാ പോകേണ്ടതെന്ന്. ആദ്യം നീ ഇപ്പൊ എവിടേക്കാണെന്നുണ്ടെങ്കിലും ഞാൻ കൊണ്ടുപോവാം. നീയേ നിന്റെ ലോറിയെ കൊണ്ടുപോകണ്ട, കാറിൽ തന്നെ കൊണ്ടുപോകണം. അമ്മ എന്താ തമാശ പറയാണോ? ലോറിയിൽ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ എന്താ കാളയും പോത്തൊന്നുമില്ലല്ലോ. കഴിക്കോളെ. കഴിക്കടി, കഴിക്കേ. ഇത് നിന്റെ ലാസ്റ്റ് സഫറാ. ഞാൻ വിളിക്കണമെന്ന് കരുതുമ്പോഴൊക്കെ ഇങ്ങോട്ട് വിളി വരിക. കഴിച്ചോ? കഴിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും അനിയത്തിയുടെയും കൂടെ ഇരുന്ന് നന്നായിട്ട് ആഹാരം കഴിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ മഹിക്ക് ഓർമ്മയുണ്ടല്ലോ. സ്നേഹത്തോടെ വിളമ്പിത്തരുന്ന ഭക്ഷണത്തെ പോലും താൻ ഭയക്കണം. അങ്ങനെയൊന്നും ഇല്ല കണ്ണേട്ടാ. കരുണയ്ക്ക് സുഖപ്രസവം നടക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കണമെന്ന് ജോത്സ്യം പ്രശ്നം വെച്ചാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. കണ്ണേട്ടൻ കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്നിട്ട് കിടക്കാനായിട്ട് മുറിയിലേക്ക് വന്നതാ. താൻ അടുത്തില്ലാത്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. എനിക്ക് അധികം നേരം തന്നെ കാണാതിരിക്കാൻ കഴിയില്ല മഹി. അവിടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ തനിക്ക് വലിയ സന്തോഷമായി കാണും. അവിടെ കുറച്ചു ദിവസം താമസിക്കണമെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. എന്നാ താനില്ലാതെ ഇനി ഒരു ദിവസം പോലും തള്ളി നീക്കാൻ ഞാൻ പ്രയാസപ്പെടുക. എന്റെ കാര്യം അങ്ങനെ തന്നെയാ കണ്ണേട്ടാ. ഇന്നലെ വരെ എന്നെ വെറുത്തിരുന്നവര് ഇപ്പൊ സ്നേഹിക്കുന്നതിന്റെ ആശ്വാസം എനിക്കുണ്ട്. എന്നുവെച്ച് എന്റെ കണ്ണേട്ടൻ അരികിലില്ലാത്തതിന്റെ നഷ്ടം അവർക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റില്ല. എങ്കിൽ എന്താ പറയാമെന്ന്? ഏയ്, ഒന്നുമില്ല. ഇതാ എനിക്കിഷ്ടപ്പെടാത്തത്. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന ആളല്ലല്ലോ.
എന്താണെന്ന് പറ. അത് പിന്നെ നാളെ തന്നെ തനിക്ക് വന്നൂടെ? വരാം, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്. അവിടെ എല്ലാരും തന്നെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിലും എനിക്കെന്തോ ഒരു ഭയം പോലെ. താൻ അടുത്തില്ലാത്തതിന്റെ വിഷമമുണ്ടെങ്കിലും അതിലുപരി നെഞ്ചിനകത്ത് വല്ലാത്തൊരു ആളില്ല, മൊത്തത്തിൽ പുകച്ചില്. അരുതാത്ത എന്താ സംഭവിക്കുന്ന എന്റെ മനസ്സിനോട് പറയുന്ന പോലെ. ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഞാൻ നാളെ തന്നെ വരാം. അതോടെ കണ്ണേട്ടനെ ബാധിച്ചിരിക്കുന്ന ഭയമൊക്കെ മാറിക്കോളും. ഇപ്പോ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരിയടോ, ഗുഡ് നൈറ്റ്. ഞാൻ വീഡിയോ കോളിൽ വരട്ടെ? വേണ്ടടോ, അത് കൂടുതൽ സങ്കടാവും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.